നമസ്കാരം. മയക്കുമരുന്ന് കേസിന്റെ നിഴലേറ്റ് നിൽക്കുന്ന പി.കെ. ഫിറോസിന് അഥവാ ദീനി ഫിറോസിന് കെ.ടി. ജലീൽ കയറി കാര്യമായിട്ടൊന്ന് ചാമ്പിയിട്ടുണ്ട്. അതും ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കെ.ടി. ജലീലിനെ ലീഗ് വിട്ടുപോയി, കാര്യം ദീന് വിട്ടുപോയെന്നാണല്ലോ വെപ്പ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചു, MLA ആയി, മന്ത്രിയായി. അതിനുശേഷം അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ലീഗിൽ നിന്നല്ലാതെ മലപ്പുറത്ത് ഒരു മന്ത്രി ഉണ്ടാകില്ലെന്നായിരുന്നല്ലോ ഒരു പൊതു കാഴ്ചപ്പാട്. അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് അന്ന് മന്ത്രിയായി ലീഗന്മാരുടെ മുന്നിലൂടെ അദ്ദേഹം തല ഉയർത്തി നടന്ന സന്ദർഭത്തിൽ ഒരു കള്ള കേസ് സംഘപരിവാർ ഉണ്ടാക്കിയിരുന്നു, സ്വർണ്ണക്കടത്ത് കേസ്. ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദീനി ഫിറോസൊക്കെ സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത മതന്യൂനപക്ഷ വിരുദ്ധ കഥയുണ്ട്. എന്ത്, ഈ ഖുറാന്റെ മറവിലും ഈന്തപ്പഴത്തിന്റെ കുരുവാക്കിയൊക്കെ സ്വർണം കടത്തിയെന്നു. അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നത് പി.കെ. ഫിറോസും പി.കെ. ഷാജിയെ പോലുള്ളവരാണ്. അതായത് സംഘപരിവാറിന് എന്താണോ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങളെല്ലാം ഈ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു. ആ വരുത്തി തീർക്കാൻ കെ.ടി. ജലീൽ ആയതുകൊണ്ട്, അന്നത്തെ ന്യൂനപക്ഷ വികസനക്ഷേമ വകുപ്പ് മന്ത്രി ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺസുലേറ്റിൽ നിന്ന് പുറത്തു വന്ന ഖുറാനും ഒപ്പം ഈന്തപ്പഴമൊക്കെ യത്തീംഖാനയിലെ നിരാലംബരായിട്ടുള്ള മുസ്ലിം കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ള ഒരു കാര്യം ചെയ്തു. അതായിരുന്നു മഹാ അപരാധം. അതിന് പറഞ്ഞതാണ് ഈന്തപ്പഴത്തിന്റെ കുരു സ്വർണമായിരുന്നു, ഖുറാന്റെ അകം മുഴുവൻ സ്വർണമായിരുന്നു, സ്വർണ്ണ നൂലായിരുന്നു എന്ന് വരെ പ്രചരിപ്പിച്ച അതേ പി.കെ. ഫിറോസ് ഇന്നിപ്പോ വലിയൊരു ആരോപണം നേരിടുകയാണ്. സഹോദരൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അനിയന്റെ ഇടപാടുകളിൽ ചേട്ടന് ബന്ധമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതെല്ലാം ചെയ്യാനുള്ള ധൈര്യം എന്റെ ഇക്ക അടുത്ത മന്ത്രിയാണ്, അടുത്ത MLA ആണ്, അതിനുവേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു എന്ന അഹങ്കാരത്തിലാണ് ഈ പ്രവർത്തനമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ജീവിക്കാൻ ജോലി ചെയ്യാതെ വലിയ പണം വേണമല്ലോ. അതിനെന്താണ്, ദീനിന്റെ മറ പിടിച്ച് നിന്നുകൊണ്ട് ആ വിഭാഗത്തിലെ തന്നെ മനുഷ്യരെയല്ല, അല്ലെങ്കിൽ അതിലെ യുവതലമുറയെ മയക്കുമരുന്നിന് ലഹരിക്ക് അടിമയാക്കുന്നത് ആരാണ് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കൂടിയാണ് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ആ പി.കെ. കുടുംബത്തിന്റെ കയ്യിരിപ്പിനെ സംബന്ധിച്ച് കെ.ടി. ജലീൽ കുറിച്ച വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അതായത് സ്വാഭാവികമായിട്ടും പക വീട്ടാനുള്ളതാണല്ലോ. അത് ഒരംശം പോലും കുറയാതെ എന്താണോ ഇങ്ങോട്ട് വച്ച് ചാമ്പിയത് അതിന്റെ ഇരട്ടി തീവ്രതയിൽ തന്നെ കെ.ടി. ജലീൽ കയറി ചാമ്പിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈനാം പേച്ചിക്ക് മരപ്പട്ടി സഹോദരൻ. പണം നേടാൻ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നവന്റെ സ്വന്തം സഹോദരൻ കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പണിതില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് പിരിച്ച പണത്തിൽ നിന്ന് 10 മടങ്ങ് വിലയ്ക്ക് ഭൂമി വാങ്ങി കമ്മീഷൻ അടിച്ചെടുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. യൂത്ത് ലീഗ് നേതാവ് പിന്നിൽ കൂടി അപമാനിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്, പേര് കെ.ടി. അദീബ്. ഐസ്ക്രീം പാർലർ കേസിൽ പണവും MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയും കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞ, പണവും പദവിയും കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ലോകായുക്ത സിറിയക് ജോസഫിനെ ഉപയോഗിച്ച് നടത്തിയ കള്ളക്കളിക്ക് കാലം നൽകുന്ന ശിക്ഷയാണിതൊക്കെ. കെ.ടി. അദീബ് ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡയുടെ സംസ്ഥാന കോർപ്പറേറ്റ് വിഭാഗത്തിന്റെ ചീഫ് മാനേജറാണ്. അദീബ് ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിന്റെ കൊച്ചിയിലെ ചീഫ് മാനേജറായപ്പോൾ അദീബിനെ അപമാനിച്ചവന്റെ സഹോദരൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കിടെ പോലീസിനെ അടിച്ചോടിക്കാൻ ശ്രമിച്ച കേസിൽ അഴിക്കുള്ളിലാണ്. പച്ചക്കൊടി പിടിക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ അർഷിന്റെ തണൽ ഉറപ്പാണെന്ന് സമാധാനിക്കാം. കുന്ദമംഗലം മേഖലയിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ സഹോദരനാണെന്നാണ് നാട്ടിലെ സംസാരം. ലഹരിക്കെതിരെ ഇനി മേലിൽ യൂത്ത് ലീഗ് ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് അത് ആരംഭിക്കാൻ യൂത്ത് ലീഗ് നേതൃത്വങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നാകും. വീട്ടുകാരെ നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കലല്ലേ ബുദ്ധി. സ്വന്തം സഹോദരനെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാവിന് നാട് നന്നാക്കാൻ എന്തർഹത? കൊടുത്താൽ കൊല്ലത്തും കിട്ടും മോനെ. യൂത്ത് ലീഗ് നേതാവിന്റെ ഒരു പ്രസ് മീറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ലീഗ് സൈബർ ഗ്രൂപ്പുകൾ ജാഗരൂകരായിരിക്കുക. യൂത്ത് ലീഗ് നേതാവിന്റെ പത്രസമ്മേളനം കഴിഞ്ഞാൽ വൈകാതെ എന്റെ പത്രസമ്മേളനവും ഉണ്ടാകും. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകാവൂ. കേട്ടല്ലോ, ഇതാണ് പോസ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ വാചകമായിട്ട്, അതായത് മറുപടി യൂത്ത് ലീഗ് നേതാവ് പറഞ്ഞാൽ തൊട്ടു പിന്നാലെ പറഞ്ഞിരിക്കും, അതിലൊരു സംശയവുമില്ല. ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള സന്ദേശം ജലീൽ കൊടുക്കുമ്പോൾ പോര് തുടങ്ങിയിട്ടേ ഉള്ളൂ. പി.കെ. ഗ്രൂപ്പിന്റെ അടിയാധാരം വലിച്ചു പുറത്തിടാൻ ജലീൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.